അതങ്ങനെ പെട്ടുപോത്ത് നോക്കുന്ന പോലെയാ നീ ചില പെൺകുട്ടികളെ നോക്കുന്നേ. എനിക്ക് ഈ പൈങ്കിളി ടൈപ്പ് ഒന്നും പറ്റില്ല അമ്മേ. എടാ, ഞാൻ എത്ര കാലമായിട്ടാ നിന്നെ ഉപദേശിക്കുന്നേ. സ്വന്തം അമ്മാവന്റെ മകളാ, മുറപ്പെണ്ണ, കോടാനു കോടികളുടെ മുതലാ ഇപ്പൊ തേരാ പാര നടക്കുന്നേ. ആണത്തുള്ളവനായിരുന്നെങ്കിലേ അവളെ പണ്ടേ മൈക്ക് കല്യാണം കഴിക്കുമായിരുന്നു. ഇതിപ്പോ നീയല്ലേ അവളുടെ 1-ാം നമ്പർ ശത്രു. ഞാനവളെ പ്രേമിച്ചൊക്കെ നോക്കിയതാ. പക്ഷെ അതിനു മുമ്പ് രാജു അവളുടെ മനസ്സിൽ കയറി സ്ഥാനം ഉറപ്പിച്ചു. കൈവിട്ട് കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാ മതിയല്ലോ. ഇതിപ്പോ പണ്ടത്തെക്കാൾ ഇരട്ടിയായി പ്രതാപൻ രാജുവിനോട് അടുത്തു. ആ രാജു എന്ന് പറയുന്നവൻ ഇല്ലാത്തൊരു ലോകം ഇപ്പൊ പ്രതാപനില്ല. അവനെ വല്യമ്മാവനെ അകറ്റാൻ പല പണികളും ചെയ്തു നോക്കി. ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഇതിപ്പോ ഈ നിലയ്ക്ക് അങ്ങോട്ട് പോയാ ഒരു സുപ്രഭാതത്തിൽ ഋതിക അവനെയും കൂട്ടി പ്രതാപന്റെ മുന്നിൽ ചെല്ലും. അച്ഛാ, എനിക്ക് രാജു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞ പ്രതാപൻ രാജുവിനെ ഋതികയ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ആ കല്യാണം നടക്കില്ല അമ്മേ. എന്തുകൊണ്ട്? എന്റെ അമ്മ എന്ന അംബിക ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. എനിക്കൊരു തരി ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. കൊല്ലിക്കും, രണ്ടിനെയും ഞാൻ കൊല്ലിക്കും. ശവശരീരങ്ങൾ പോലും ആർക്കും കാണാൻ പോലും ഞാൻ കൊടുക്കില്ല. കൊടും വനത്തിൽ കൊണ്ടുപോയി പഞ്ചസാര ഇട്ട് കത്തിച്ച് കളയും ഞാൻ.